മഹാഭാരതത്തിലെ വനപർവത്തിൽ പാണ്ഡവന്മാർ അർജുനൻ തപസ്സിന് പോയ സന്ദർഭത്തിലാണ് ദീർഘമായ തീർത്ഥയാത്ര ചെയ്തത്. ലോമശ മഹർഷിയുടെ സഹായത്തോടുകൂടി പുണ്യതീർത്ഥങ്ങളെ കണ്ട് നിരവധി കഥകൾ, ഋഷിമാരുടെ കഥകൾ, തേജസ്വികളായ ത്യാഗികളായ രാജാക്കന്മാരുടെ കഥകളൊക്കെ കേട്ട് മനസ്സും ശരീരവും ജീവിതവും ഒക്കെ ശുദ്ധമാക്കിയിട്ട് അവർ യാത്ര ചെയ്തു. ഗന്ധമാദന പർവ്വതത്തിലും അതുപോലെ ബദരിയാശ്രമത്തിലും അവർ ചെന്നു. കൊടുങ്കാറ്റ് വന്ന സമയത്ത് ആ കൊടുങ്കാറ്റിൽ ദിവ്യമായ സൗഗന്ധിക പുഷ്പങ്ങൾ, താമര പുഷ്പങ്ങൾ പറന്നു വന്ന് അവിടെ വീണപ്പോൾ അതിൻ്റെ സുഗന്ധത്തിലും അതിൻ്റെ സൗന്ദര്യത്തിലും ആഗ്രഹം തോന്നി. ദ്രൗപദി ഭീമനോട് ഈ സൗഗന്ധിക പുഷ്പങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഭീമൻ അത് അന്വേഷിച്ചുകൊണ്ട് ഗന്ധമാദന പർവ്വതത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് യാത്ര ചെയ്തു. തൻ്റെ സഹോദരനായ പാവനപുത്രനായ ഹനുമാൻ സ്വാമിയെ കണ്ടു. അവർ തമ്മിൽ അത്ഭുതകരമായ സംഭാഷണമുണ്ടായി. ആ സ്വന്തം അനുജൻ്റെ ധർമ്മബോധത്തെ പരീക്ഷിച്ചും ഒടുവിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തുകൊണ്ടും യുദ്ധത്തിൽ സഹായിക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ടും ഹനുമാന്റെ അനുഗ്രഹം ഭീമൻ നേടുന്നു. അതിനുശേഷം അദ്ദേഹം തുടർന്ന് ഹനുമാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തപ്പോൾ ആ ആഞ്ജനേയസ്വാമിയുടെ ബലം, വീര്യപരാക്രമങ്ങളും അദ്ദേഹത്തിന് അത്ഭുതകരമായ ആ ആകാരം അതൊക്കെ കണ്ട് അതിനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടും അതുപോലെ ശ്രീരാമചന്ദ്രൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടാണ് ഭീമൻ തുടർന്ന് യാത്ര ചെയ്തത്. മനോഹരമായ നദികൾ, സരസ്സുകൾ, പർവ്വതങ്ങൾ ഒക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം കൈലാസ പർവ്വതത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരുകയാണ്. മനോഹരമായ സരസ്, പുഷ്കരിണി, താമരപുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സരസ് അവിടെ അദ്ദേഹം കണ്ടു. സ്വച്ഛമായ ജലം. ആ സരസിൽ നിന്ന് അദ്ദേഹം ശുദ്ധമായ നിർമ്മലമായ തണുത്ത അമൃതസമാനമായ വെള്ളം കുടിച്ച് വളരെയധികം ഒരു ശക്തിയും ഊർജവും കൈവന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ ആ സരസിൻ്റെ കരയിൽ അനേകം ലക്ഷക്കണക്കിന് വരുന്ന കുബേരൻ്റെ സൈന്യങ്ങൾ, രാക്ഷസന്മാരായിട്ടുള്ളവരാണ് കൂടുതലും. കൂടാതെ യക്ഷന്മാർ, ഗന്ധർവന്മാരൊക്കെ ഉണ്ട്. അതുപോലെ ഋഷിമാരും ഒക്കെ തന്നെ അവിടെ തപസ് ചെയ്യുന്നു. കിംപുരുഷന്മാർ, ഇങ്ങനെ വിവിധരായിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് വിഹരിക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് നിർഭയമായിട്ടാണ് ഇദ്ദേഹം ആ സരസിൽ ഇറങ്ങി താമരപുഷ്പങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നത്. അപ്പോഴതാ കുബേരൻ ചുമതലപ്പെടുത്തി, ആ സരസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ക്രോധവശന്മാർ, ക്രോധവശാഹ, ക്രോധമുള്ളവർ എന്ന് അർത്ഥം, അങ്ങനെയുള്ള ക്രോധവശന്മാരായ രാക്ഷസന്മാർ ലക്ഷക്കണക്കിന് പേരുണ്ടായിരുന്നു എന്നാണ്. അവരൊക്കെ ഭീമനെ കണ്ടിട്ട് ആദ്യം അവർ അത്ഭുതപ്പെട്ടു. ആരാണ് ഈ ഒരു മനുഷ്യൻ? സാധാരണ മനുഷ്യനാണെങ്കിലും അത്യധികം തേജസ്സുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഘടന തന്നെ പൗരുഷശാലിയുടെ, ബലശാലിയായ ഒരു മനുഷ്യൻ്റേതാണ്. കയ്യിൽ പലതരം ആയുധങ്ങൾ ധരിച്ചിട്ടുമുണ്ട്. എന്നാൽ കൃഷ്ണാജിനം മുതലായിട്ടുള്ള അജിനം, മൃഗചർമ്മം ധരിച്ചിട്ടുമുണ്ട്. അപ്പോൾ സന്യാസിമാരെ പോലെ, കാട്ടിൽ കഴിയുന്ന ആളുകളെ പോലെ ആണ് വേഷമെങ്കിലും കയ്യിൽ ഗംഭീരമായ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ബാഹുബലവും കാണിച്ചുകൊണ്ട് വരുന്ന ഈ ആൾ ആരായിരിക്കും എന്ന് അദ്ദേഹം അവർ പരസ്പരം ആദ്യം പിറുപിറുത്തു. ഇവൻ പുരുഷശാർദൂലനാണ്, ഇവൻ ഒരു പുലിയെ പോലെ പരാക്രമമുള്ളവനാണ്, ഇവൻ്റെ കയ്യിൽ ആയുധവുമുണ്ട്, എന്തിനായിരിക്കും ഇവൻ വന്നത് ചോദിക്കാം എന്ന് പറഞ്ഞ് ഈ രാക്ഷസന്മാർ പ്രകോദരനോട് അധികം ഔദ്ധത്യത്തോടു കൂടിയിട്ടല്ല, വിനയത്തോടു കൂടിയിട്ട് തന്നെ, നീ ആരാണ്? മുനിവേഷം ധരിച്ചിട്ടാണ് നീ വരുന്നത്, പക്ഷേ കയ്യിൽ ആയുധങ്ങളും ഉണ്ടല്ലോ, എന്തിനാണ് ഈ ഭാഗത്ത് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭീമൻ സധൈര്യം അതിന് മറുപടി പറയുകയാണ്. പാണ്ഡവോ ഭീമസേനോഹം ധർമ്മരാജാദനന്തര. ഞാൻ പാണ്ഡവനായ ഭീമസേനനാണ്, ധർമ്മരാജാവിന് ശേഷം ജനിച്ചവനാണ്, ആ ധർമ്മപുത്രരുടെ അനുജനാണ്. വിശാല എന്ന പേരുള്ള ബദരിയാശ്രമത്തിൽ ഞങ്ങൾ പത്നിയോടൊപ്പം ഞങ്ങൾ അവിടെ വന്നു. ആ സമയത്തുണ്ടായ കാറ്റിൽ സൗഗന്ധിക പുഷ്പങ്ങൾ അവിടെ വന്ന് വീണു. അതിൽ ആകൃഷ്ടയായ ദ്രൗപദി അത് കിട്ടണമെന്ന് എന്നോട് പ്രാർത്ഥിച്ചു. ഭാര്യ അതിൽ മോഹിച്ചു. അതുകൊണ്ട് ഞാൻ സ്വന്തം ധർമ്മപത്നിക്ക് പ്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ലയോ നിശാചരന്മാരെ, രാക്ഷസന്മാരെ, ഞാൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. തൻ്റെ പത്നിക്ക് പ്രിയം ചെയ്യുക എന്ന് പറയുന്നത് വലിയ അധർമ്മമൊന്നും അല്ലല്ലോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ധർമ്മപത്നിക്ക് പ്രിയം ചെയ്യാൻ വന്നതാണ്, മറ്റാരെയും ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അത് കേട്ട് രാക്ഷസന്മാർ പറയുകയാണ്, ഹേ പ്രകോദര, ഈ സരോവരം കുബേരൻ്റെ സ്വന്തമാണ്, അദ്ദേഹത്തിൻ്റെ ക്രീഡാസ്ഥലിയാണ്. മനുഷ്യർക്കും മനുഷ്യധർമ്മികൾക്കും ഇവിടെ വിഹരിക്കാൻ പറ്റില്ല. ദേവർഷിമാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും
ഋഷിമാരൊക്കെ തന്നെ കുബേരൻ്റെ അനുവാദത്തോടു കൂടി മാത്രമാണ് ഇവിടെ വന്ന് ഈ സരസിലെ ജലം പാനം ചെയ്യാറുള്ളത്, ജലം കുടിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങക്ക് ഈ ധനേശ്വരനായ വൈശ്രവണനെ, കുബേരനെ അവമാനിച്ചുകൊണ്ട് ഇവിടെ വിഹരിക്കാൻ പറ്റില്ല. അങ്ങനെ വിഹരിക്കുന്ന ആളുകൾക്ക് വിനാശം സംഭവിക്കും. കുബേരനെ അനാദരിച്ച് കൊണ്ട് ഇവിടെ അതിക്രമിച്ച കയറി അങ്ങ് സ്വയം ധർമ്മരാജാവിൻ്റെ സഹോദരനാണെന്ന് പറയുന്നു. ധർമ്മരാജാവിൻ്റെ സഹോദരനാണെങ്കിൽ അങ്ങ് ധർമ്മം ചെയ്യേണ്ടതല്ലേ? പിന്നെന്താണ് ഇങ്ങനെ അക്രമം കാണിക്കുന്നത്? യക്ഷരാജാവായ വൈശ്രവണനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് അങ്ങ് ഇതിലെ ജലം പാനം ചെയ്തോളൂ, പുഷ്പങ്ങളും അങ്ങ് ഇറുത്തെടുത്തോളൂ, ആഹരിച്ചോളൂ. അല്ലാതെ അങ്ങക്ക് ഇത് നോക്കാൻ പോലും അധികാരമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഭീമൻ യാതൊരു ഭയവും ഇല്ലാതെ, കൂസലില്ലാതെ അവരോട് മറുപടി പറയുകയാണ്. രാക്ഷസാസ്തം ന പശ്യാമി ധനേശ്വരമിഹാന്തികേ ദൃഷ്ട്വാപി ച മഹാരാജം നാഹം യാചിതുമുത്സഹേ. ആ ധനധനായ ധനേശ്വരനായ കുബേരനോട് ചോദിച്ചിട്ടേ എടുക്കാമെന്ന് പറയുന്നു, വെള്ളം കുടിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ എവിടെയും ആ കുബേരൻ എന്ന മഹാരാജാവിനെ ഞാൻ കാണുന്നില്ല. കാണാതെ എങ്ങനെയാണ് ചോദിക്കുക? ഇനി അഥവാ കണ്ടു എന്ന് വെക്കുക. ദൃഷ്ട്വാപിച്ച മഹാരാജം നാഹം യാചിതുമുത്സഹേ. അദ്ദേഹത്തെ നേരിട്ട് കണ്ടാലും ഞാൻ അദ്ദേഹത്തോട് യാചിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? നഹി യാചന്തി രാജാന യേഷ ധർമ്മ സനാതന. സനാതനമായ ധർമ്മം എന്താണ്? രാജാക്കന്മാർ ആരോടും യാചിക്കാറില്ല. നചാഹം ഹാതുമിച്ഛാമി ക്ഷാത്രധർമ്മം കഥഞ്ചന. ഞാനാകട്ടെ ക്ഷത്രിയധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കാറുമില്ല. അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടാലും ഞാൻ യാചിക്കുകയില്ല, കാണാൻ കിട്ടാനുമില്ല. യം ച നളിനീ രമ്യാജാത പർവ്വത നിർജ്ജരേ നേയം ഭവനമാസാദ്യ കുബേരസ്യ മഹാത്മന. ഭീമൻ നല്ല ന്യായവാദങ്ങൾ പറഞ്ഞു. കാരണം ഈ നളിനി, അതായത് നളിനങ്ങൾ വിടർന്നു നിൽക്കുന്ന ഈ താമരപ്പൊയ്ക, അതിനാണ് നളിനി എന്ന് പറയുന്നത്. ഈ നളിനി എവിടെ നിന്ന് ഉണ്ടായതാണ്? ഹിമാലയ സാനുക്കൂല പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി വന്ന ആ ചെറിയ ചെറിയ ഉറവ് ചാലുകളിൽ നിന്ന് ചെറിയ ചെറിയ അരുവികൾ ഒഴുകി വന്നിട്ട് ഇവിടെ തടാകമായി ആയി മാറിയതാണ്. അതിൽ ആർക്കാണ് അധികാരം? ഈ സരസ് കുബേരൻ്റെ ഭവനത്തിലല്ല, കുബേരൻ്റെ കൊട്ടാരത്തിനകത്ത് കയറിയിട്ടാണ് ഞാൻ പുഷ്പങ്ങൾ പറിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തടയാമായിരുന്നു. പക്ഷേ എത്രയോ അകലെയുള്ള ഈ സ്ഥലത്ത് പർവ്വതങ്ങളിൽ നിന്നും ഒഴുകി വന്ന വെള്ളം കെട്ടിക്കിടക്കുന്നതായ ഈ തടാകത്തിൽ എനിക്ക് പുഷ്പങ്ങൾ പറിക്കാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് നീതിയാണ് നിങ്ങൾ പറയുന്നത് എന്നാണ്. തുല്യം ഹി സർവഭൂതാനാം ഇയം വൈശ്രവണസ്യ ച ഏവം ഗതേഷു ദ്രവ്യേഷു കക്കം യാചിതുമർഹതി. വീണ്ടും അദ്ദേഹത്തിൻ്റെ ന്യായവാദങ്ങൾ എന്താണെന്ന് നോക്കൂ. സർവചരാചരങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, അതുപോലെ വൈശ്രവണനും ഇതുപോലുള്ള സരസ്സുകളിൽ തുല്യമായ അധികാരമാണ്. ഒരു ഉറുമ്പിന് പോലും ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിന് അതിൻ്റെതായ ഭക്ഷണം തേടാനും അന്വേഷിക്കാനും അത് കണ്ടെത്താനും. ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളൊന്നും ആരുടെയും സ്വന്തമല്ല. നമ്മൾ ഇവിടെ വന്ന് നമ്മൾ താമസിക്കുന്നു, നമ്മൾ ഇവിടുത്തെ അതിഥികൾ മാത്രമാണ്. അങ്ങനെ ഇരിക്കുക വൈശ്രവണനും ഇവിടുത്തെ സകല ജീവജാലങ്ങൾക്കും ഈ സരസ്സിലുള്ള അവകാശം, അധികാരം തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദ്രവ്യങ്ങളിൽ കഹ കം യാചിതുമർഹതി. ആരോടാണ് യാചിക്കേണ്ടത്? ആരും ഒന്നിനും അധികാരിയല്ല എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ യാചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭീമൻ സ്വന്തം പൗരുഷം കാണിച്ചുകൊണ്ട് തന്നെ ആ സരസിലേക്ക് ഇറങ്ങി ധാരാളം വെള്ളം കുടിച്ചു. രാക്ഷസന്മാർ ആദ്യം വാക്കുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു, അരുത് അരുത് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം താഴെ ഇറങ്ങി, വെള്ളത്തിലിറങ്ങി, വെള്ളം കുടിക്കാൻ തുടങ്ങി, പുഷ്പങ്ങൾ പറിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഉറക്കെ അന്യോന്യം പറയുകയാണ്, ഗൃഹീത ബധ്നീത വികർത്തദേവം പചാമ ഖാദാമജ ഭീമസേനം. പിടിക്കവനെ, കെട്ടവനെ, അവനെ വെട്ടി നുറുക്ക്, തുണ്ടം തുണ്ടമാക്കി കൊല്ലൂ, അവനെ നമുക്ക് പാചകം ചെയ്ത് ഭക്ഷിക്കാം, ഭീമസേനനെ എന്നൊക്കെ ഈ രാക്ഷസന്മാർ അവരുടെ ജന്മസിദ്ധമായ സ്വഭാവത്തെ കാണിച്ചുകൊണ്ട് അവിടെ പരസ്പരം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഭീമനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നാനാവിധമായ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് വരികയും ചെയ്തു. അവരുടെ കയ്യിൽ തോമരങ്ങൾ, പട്ടിശങ്ങൾ, വ്യാവിധമായ ശസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ശസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഭീമസേനനെ അവർ കൊല്ലാൻ വേണ്ടി വരികയാണ്. ഭീമന് വല്ല കുലുക്കവും ഉണ്ടോ? ഭീമന് യാതൊരു ഭയവും ഇല്ല. അദ്ദേഹത്തിൻ്റെ രാക്ഷസന്മാർ യുദ്ധത്തിനൊരു അവസരം കിട്ടിയാൽ അദ്ദേഹത്തിന് സന്തോഷമാണ്, തൻ്റെ ബലം പ്രയോഗിക്കാൻ സാധിക്കും. വാതേന കുന്ത്യാം ബലവാൻ സുജാത ശൂരസ്തരസ്വേ ദുഷതാം നിഹന്താം. ഭീമസേനൻ്റെ പ്രത്യേകത എന്താണ്? സാക്ഷാൽ വായു ഭഗവാന് കുന്തിയിലുണ്ടായ ബലവാനായിട്ടുള്ള ഒരു ക്ഷത്രിയനാണ് അദ്ദേഹം. ശൂരനാണ്, മഹാവേഗശാലിയാണ്, അങ്ങേയറ്റത്തെ ശരീരവേഗമുണ്ട്, അഭ്യാസബലമുണ്ട്, ആയുധങ്ങൾ പ്രയോഗിക്കാനറിയാം, 10,000 ആനയുടെ ശക്തിയുമുണ്ട്. അത്തരം ഒരാൾ രാക്ഷസന്മാരുടെ മുന്നിൽ മുട്ടുകുത്തുമോ?
സത്യേച ധർമ്മേച രതഃ സദൈവ പരാക്രമേ ശത്രുഭിരപ്രധർഷ്യ. ശത്രുക്കളോട് പരാക്രമം ചെയ്യുന്നതിൽ അദ്ദേഹം ആർക്കും തടയാൻ പറ്റാത്ത ശക്തനാണ് എന്ന് മാത്രമല്ല, സത്യത്തിലും ധർമ്മത്തിലും എന്നും രമിക്കുന്നവനാണ്. സത്യവും ധർമ്മവും ഇന്നും പാലിക്കുന്ന ആളുകളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. താൽക്കാലികമായി ചതിയിലൊക്കെ കീഴടക്കാൻ പറ്റിയെന്ന് വരാം, പക്ഷേ സത്യധർമ്മത്തെ സത്യമേവ ജയതേ ധർമ്മോ രക്ഷതി രക്ഷിത എന്നൊക്കെയുള്ള ആ ശാസ്ത്ര പ്രമാണങ്ങൾ പരമസത്യം തന്നെയാണ്. സത്യേച ധർമ്മേച രതഃ, സത്യത്തിലും ധർമ്മത്തിലും രമിക്കുന്നവനായ ആള് ഒരിക്കലും ശത്രുവിൻ്റെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യവുമില്ല, കാര്യവുമില്ല. അദ്ദേഹം തലകുനിച്ചില്ല. ശക്തമായിട്ട് അവരെ നേരിട്ടു. തൻ്റെ ഗത കൊണ്ട് അവരാട്ടിച്ച് ശരിപ്പെടുത്തി. 100-ലധികം രാക്ഷസന്മാരെ അവിടെ അദ്ദേഹം കൊന്നു വീഴ്ത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ചില്ലറക്കാരനല്ല. ഇവൻ്റെ വിദ്യാബലവും ഇവൻ്റെ ബാഹുബലവും നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് രാക്ഷസന്മാർ ജീവനം കൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. ക്ഷീണിച്ച് അവശരായി, യുദ്ധത്തിൽ തോറ്റ് അവശരായി തീർന്ന ആ രാക്ഷസന്മാർ ആകാശമാർഗത്തിലേക്ക് പറന്നിട്ടാണ് പോയത്. അവർ കൈലാസ ശൃംഗത്തിൻ്റെ ഭാഗത്തേക്കാണ് അവർ പറന്ന് അപ്രത്യക്ഷരായത്. ഭീമൻ നിർഭയനായിട്ട് സരസിൽ ഇറങ്ങി, ആ പുഷ്കരിണിയിൽ ഇറങ്ങി മുങ്ങി ശരീരത്തിന് ക്ഷീണം തീർത്തു. പുഷ്പങ്ങൾ ധാരാളം പറിച്ചു. അമൃത സമാനമായ ആ ജലം കുടിച്ച് ശരീരത്തിന് ശക്തിയും വീര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. രാക്ഷസന്മാർ തങ്ങളുടെ യജമാനായ കുബേരനെ ചെന്ന് കാര്യമറിയിച്ചു. അത് കേട്ട കുബേരൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഗൃഹാതു ഭീമോ ജലജാനികാമാത് കൃഷ്ണാനിമിത്തം വിദിതം മമേതത്. ആ ഭീമൻ ആ താമര പുഷ്പങ്ങൾ പറിച്ചെടുത്തോട്ടെ, അദ്ദേഹം ഇഷ്ടം പോലെ അവിടെ കുളിക്കുകയോ കുടിക്കുകയോ പുഷ്പങ്ങൾ പറിക്കുകയോ ചെയ്തോട്ടെ. കൃഷ്ണാനിമിത്തം, ദ്രൗപദി നിമിത്തമായിട്ടാണ് അദ്ദേഹം വന്നത്. വിദിതം മമേതത്, എനിക്കത് അറിയാമായിരുന്നു. എനിക്കറിയാം അദ്ദേഹം ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല, ധർമ്മം പരിപാലിക്കുന്നവരാണ്. അവർക്ക് ചെറിയ ചതി പറ്റിപ്പോയി വനവാസം ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് അവർ തീർത്ഥയാത്ര ചെയ്തിട്ടുമൊക്കെ തന്നെ അത് ആ സമയം ചെലവഴിക്കുന്നു. ധർമ്മവിരുദ്ധമായി അദ്ദേഹം ഒന്നും ചെയ്യുകയില്ല എന്നുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു എന്നാണ് കുബേരൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാക്ഷസന്മാരത് കേട്ട് അവർ ആശ്വസിച്ചു. അവർ ആ കുബേരൻ്റെ അനുവാദം വാങ്ങിയിട്ട് വീണ്ടും പുഷ്കരിണി സമീപത്തേക്ക് വന്നപ്പോൾ അവിടെ ഭീമൻ സ്വതന്ത്രനായിട്ട് നിർഭയനായിട്ട് അവിടെ ആ വെള്ളത്തിലിറങ്ങി അങ്ങനെ വിഹരിക്കുന്നതും പുഷ്പങ്ങൾ പറിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവർ നോക്കി നിൽക്കേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ രാക്ഷസന്മാരുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ യുധിഷ്ഠിരനും സഹോദരങ്ങളും അതുപോലെ ദ്രൗപദിയും പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കണ്ടു. ശക്തമായ ഉൽക്കാപാതം, ഉൽക്കകൾ പതിക്കുന്നു. സൂര്യൻ്റെ പ്രഭ മങ്ങിയിട്ട് കാണുന്നു. യുദ്ധത്തെ സൂചിപ്പിക്കുന്നതായ ഘോരമായ കൊടുങ്കാറ്റ് വീശി. പക്ഷികളും മൃഗങ്ങളും ഭയാനകമായ ശബ്ദമുണ്ടാക്കി. യുധിഷ്ഠിരൻ അപ്പോൾ പറഞ്ഞു, ആരാണ് നമ്മളെ തോൽപ്പിക്കാൻ ശക്തരായ ആരാണ് ഇവിടെ നമ്മോട് യുദ്ധത്തിന് വരാനിരിക്കുന്നത്? ഏതായാലും സഹോദരന്മാരെ എല്ലാവരും രണ്ടുപേരും യുദ്ധത്തിന് തയ്യാറായിട്ട് സജ്ജരായിട്ടിരിക്കൂ. ഭീമൻ എവിടെ, വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭീമൻ ഇല്ല എന്നറിയുന്നത്. ദ്രൗപദി പറഞ്ഞു, ഭീമസേനൻ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സൗഗന്ധിക പുഷ്പങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ അഭ്യർത്ഥന മാനിച്ച് പോയതാണ് എന്ന് പറയുകയാണ്. അപ്പോഴാണ് ധർമ്മോത്രകാർപ്പം പരിഭ്രമമാകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഭീമൻ ചെന്ന സ്ഥലത്ത് അദ്ദേഹം ഒരുപക്ഷെ സിദ്ധന്മാർക്കും ബ്രഹ്മവാദികൾക്കും എന്തെങ്കിലും അഹിതം കാണിച്ചു എന്ന് ഇടക്ക് സാഹസം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഭീമൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഘടോത്കചനെ വിളിച്ചു. നിന്റെ വല്യമ്മയെ നീ ചുമലിലെടുക്കൂ. മറ്റു ബ്രാഹ്മണരെ, ശക്തി കുറഞ്ഞ ബ്രാഹ്മണരെയൊക്കെ തന്നെ നിന്റെ കൂട്ടുകാരായ രാക്ഷസന്മാർ വഹിക്കട്ടെ. നമുക്കുടനെ ഭീമൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഘടോത്കചനും കൂട്ടുകാരായ രാക്ഷസന്മാരും അവരൊക്കെ ലോമശാദി മഹർഷിമാരെയും ബ്രാഹ്മണരെയും പാണ്ഡവന്മാരെയും കൃഷ്ണയെയും ചുമന്നുകൊണ്ട് അതിവേഗത്തിൽ ആകാശമാർഗത്തിൽ കൈലാസ ശൃംഗത്തിൻ്റെ ഭാഗത്തേക്ക് പറന്നു ചെന്നു. അവിടെ ആ കുബേരാശ്രമത്തിൻ്റെ സമീപത്തുള്ള പുഷ്കരണിയിൽ ചെന്ന സമയത്ത് അവിടെ ഭീമൻ ഗതയും ചുഴച്ചിക്കൊണ്ട് നിർഭയനായിട്ട് അവിടെ വഹിക്കുന്നത് കണ്ടു. ചത്തുകിടക്കുന്ന അനേകം രാക്ഷസന്മാരെയും യക്ഷന്മാരെയും കണ്ടു. ഓടിച്ചെന്ന് ആ ഭീമനെ യുധിഷ്ഠിരൻ ആലിംഗനം ചെയ്തു. അനുജ, എന്താണ് ചെയ്തത്? കൗന്ദേയ കിമിതം കൃതം സാഹസം ഭദ്രം തേ ദേവാനാമഥ ചാപ്രിയം. നിനക്ക് സുഖം തന്നെയല്ലേ? എന്തെങ്കിലും അപകടം സംഭവിച്ചു? ദേവന്മാർക്ക് എന്തിനാണ് നീ ഇങ്ങനെ അഹിതം ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രാക്ഷസന്മാർ അടുത്തേക്ക് ഓടി വന്നു. അവർ യുധിഷ്ഠിരനെ കണ്ടു. നകുല സഹദേവന്മാരെയും ദ്രൗപദിയെയും കണ്ടു. ലോമശ മഹർഷിയെ കണ്ടു. ധൗമ്യനെ കണ്ടു. അവർ ഭക്തിപൂർവ്വം പ്രണമിച്ചു. യുധിഷ്ഠിരൻ അവരെയും പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ യുദ്ധം ചെയ്തിട്ട്. അവരെ ആശ്വസിപ്പിച്ചു. അവരൊക്കെ തന്നെ സംപ്രീതരായി. ഉടനെ പാണ്ഡവന്മാർ അവരുടെ അനുവാദത്തോടു കൂടി തടാകത്തിൽ ഇറങ്ങി ക്രീഡിച്ചു. കുബേരൻ്റെ അനുമതിയോട് തന്നെ കുറച്ചു കാലം അവിടെ കഴിഞ്ഞ് പിന്നീട് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അർജുനനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗന്ധമാദന പർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് വരുന്നു. അവിടെ വെച്ച് യുധിഷ്ഠിരൻ പറയുന്നു, നമ്മൾ സഹോദരന്മാരെ ധാരാളം പുണ്യതീർത്ഥങ്ങളെ കണ്ടു. തീർത്ഥങ്ങളിൽ മുങ്ങി മനസ്സ് സന്തോഷിച്ചു. പുണ്യകർമ്മങ്ങൾ ചെയ്തു. ദേവന്മാർക്കും ഋഷിമാർക്കും പൂജ ചെയ്തു.
മുനിമാരുടെ പവിത്രമായ ചരിത്രങ്ങൾ നമ്മൾ കേട്ടു, രാജർഷിമാരുടെ ചരിത്രങ്ങൾ കേട്ടു, ദേവന്മാരെ ഫലമൂലാദികളെ കൊണ്ട് നമ്മൾ നിവേദനം ചെയ്ത് പൂജ ചെയ്തു, ജീവിതം ധന്യമായി, പുണ്യ സരസ്സുകളൊക്കെ കണ്ടു, ഹിമാലയവും നരനാരായണ ആശ്രമവും ഒക്കെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വൈശ്രവണന്റെ വാസസ്ഥാനമായ വൈശ്രവണ ആശ്രമം, കുബേരാശ്രമം കൂടി കാണാം. അതിനുള്ള ഉപായം ഒന്ന് ചിന്തിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആകാശത്ത് നിന്നും ഒരു അശരീരവക്കുണ്ടായി, വൈശ്രവണാശ്രമം കാണുക പ്രയാസമാണ് യുധിഷ്ഠിര, നിങ്ങൾ വന്ന വഴിയെ തിരിച്ചു പോയിക്കോളൂ, നരനാരായണ ആശ്രമത്തിലേക്ക്, ബദരികാശ്രമത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ. അവിടെ നിന്നും നിങ്ങൾ കുറച്ചുകൂടി ചെന്നു കഴിഞ്ഞാൽ ആർഷ്ടിഷേണൻ എന്ന ആളിൻ്റെ ആശ്രമം കാണാം. ആ ആർഷ്ടിഷേണന്റെ ആശ്രമത്തിൽ നിങ്ങൾ വസിക്കുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുബേരന്റെ ആശ്രമം ദൂരെ കാഴ്ചയായിട്ട് കാണാൻ സാധിക്കും. അവിടെ നിന്ന് കണ്ടോളൂ, തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. ഈ അശരീര വാക്കുണ്ടായ സമയത്ത് ദിവ്യഗന്ധമുള്ള ഒരു കാറ്റ് വീശുകയും ചെയ്തു. അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് ധൗമ്യ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, ഈ വാക്കിന് നമുക്ക് മറുവാക്ക് പറയാനില്ല, തിരിച്ചു പോവുക മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ദേവന്മാരുടെ വാക്കാണ്, അതിനെ നമ്മൾ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു വന്നു. ഘടോത്കജനും അതുപോലെ മറ്റു രാക്ഷസന്മാരും തിരിച്ചു പോയി. അവർ ഗന്ധമാദന പർവ്വതത്തിൽ അർജുനനെ കാത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇനിയും ചില ഭവിഷ്യത്തുകൾ അവരെ കാത്തു നിൽക്കുന്നു, അപകടങ്ങൾ പതിയിരിക്കുന്നു. അവർ അവരുടെ സഹോദരനായ അർജുനനെ കാത്തിരിക്കുന്നു. എന്താണ് ഇനി അവിടെ സംഭവിക്കുക എന്ന് കണ്ടറിയാം.